കോന്നി ആനക്കൂട്ടിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ ചെറിയ കൊച്ചയ്യപ്പൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? അതൊക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാനിവിടെ മുകളിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് 4 വയസ്സുകാരനായ കൊച്ചയ്യപ്പൻ. ഇതൊരു വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. 9 ഏക്കറാണ് ഈ മൊത്തം ആനക്കൂടിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 5 ആനകളാണ് ഉള്ളത്. പ്രിയദർശിനി, മീന, ഇവ, കൃഷ്ണ, കൊച്ചയ്യപ്പൻ, ഇത്രയും ആനകളാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ പ്രിയദർശിനി. ആള് നല്ല സുന്ദരിയാണല്ലേ. ഈ രാവിലെ വന്നതുകൊണ്ടേ എല്ലാവരെയും കുളിപ്പിക്കാനൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാം. ഇവിടെ ഉള്ളവരൊക്കെ ഇപ്പോൾ ഉള്ള ആനകളൊക്കെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇവിടെ വന്ന് ഇവിടുത്തെ സംരക്ഷണത്തിൽ നിൽക്കുന്ന ആനകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ എന്താ പറയുക, ദേഹത്തൊന്നും എവിടെയും ഒരു പാടും കലയും കുത്തും ഒന്നും കാണുന്നില്ല. എല്ലാം നല്ല സുന്ദരിമണികളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കക്ഷിക്ക് കുളിപ്പിക്കാൻ ആരും വേണ്ടാന്ന് തോന്നുന്നു ലക്ഷണം കണ്ടിട്ട്. ഇപ്പം തന്നെ കാലൊക്കെ ഉരച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ടല്ലേ അങ്ങോട്ട് കൊണ്ടാക്കോ. ഈ അങ്ങോട്ടല്ലേ അപ്പോൾ പ്രിയദർശിനിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടൻ്റെ മീശ അടിപൊളിയാണല്ലോ. പിന്നെ പേരൊരു വെറൈറ്റി കേട്ടോ, യശോധരൻ അല്ലേ? അധികം കേട്ടിട്ടില്ല. ഇവിടെ എത്ര നാളായി? ഞാൻ ഇവിടെ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഇവിടെ നിൽക്കുമ്പോ പോവോ? ഇവിടുന്ന് മാറി പ്രൈവറ്റാനൊക്കെ പോവാണ്. വീണ്ടും ഒരു 3, 4, 5, 6 വർഷം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും. പിന്നെ ഇവിടെ വന്ന് 1-2 വർഷം കഴിയുമ്പോൾ വീണ്ടും പോകും. ശരി. അപ്പൊ അങ്ങനെ ഇതിപ്പം സ്ഥിരം ജോലിയല്ല, നമുക്ക് ഇവിടെ സ്ഥിരപ്പെട്ടല്ല അല്ലേ? താൽക്കാലികമായിട്ട്. ഓ ശരി. അപ്പൊ പ്രൈവറ്റിനും പോകും. ഏതൊക്കെയാ പ്രൈവറ്റ് ആയിട്ട് ആനകൾക്ക്? പ്രൈവറ്റ് ആന ഒരുപാട് ആനകൾ കയറിയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് കയറിയെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയൊക്കെ ചെയ്യപ്പൻ. പിന്നെ വിഷ്ണുനാരായണൻ ഇപ്പൊ നമ്മുടെ മാമ്പി കയറി. ഓ ശരി. ഞാൻ കിട്ടിയിട്ട് പോകുന്ന കഴിഞ്ഞാണ് മാമ്പി കയറിയത്. അപ്പൊ നാട്ടിലുള്ള ആനകളുടെ അനുഭവം അറിയാം, ഇവിടെ ഉള്ള എല്ലാവരും അല്ലേ? പിന്നെ അമ്പലക്കര പരമേശ്വരന്. ഏറ്റവും ആദ്യത്തെ ആനപ്പ ഏതായിരുന്നു? ആദ്യമേ ഇവിടെ വന്നു പറയാ
ഇവിടെ നിന്നിട്ടുണ്ട്. അല്ലാതെ കൊടുവൺ മോഹൻലാലെന്ന് പറയും. ആ കൊടുവൺ മോഹൻ പഴയ ആനയാണ്. അതിന്റെ കൂടെയാണ് രംഗത്തിറങ്ങുന്നത്. ഓ വീട്ടിലിങ്ങനെ അച്ഛനാനൊക്കെ അങ്ങനെ അച്ഛനാണ് ഇല്ല, ചേട്ടനാണ് ആനപ്പണി തുടങ്ങുന്നത്. ഓക്കെ, ആരായിരുന്നു ആശാൻ? അത് പാനു ആശാൻ എന്ന് പറയും. ഓക്കെ. ഇപ്പൊ എന്നിട്ട് എത്ര ആനകൾക്ക് ഇപ്പൊ പ്രൈവറ്റും ഇവിടേക്കും ആയിട്ട് എത്ര ആനകൾ? പ്രൈവറ്റ് ആനയ്ക്ക് തന്നെ ഒരു 9 ആനയെ കൂടുതൽ ചോല കയറിയിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് ആനയ്ക്ക് അല്ലാതെ ഓരോരുത്തരുടെ കൂടെ നിന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഇതിന്റെ കൂടെയും അല്ലാതെ ഒരു വേറൊരു പിടിയാന, കൊച്ചു പിടിയാന ഉണ്ടായിരുന്നു, ലക്ഷ്മി എന്ന് പറയുന്നത്. അതിന്റെ കൂടെ പിന്നെ സുരേന്ദ്രൻ ആനയ്ക്ക് അവിടെ ഓരോരുത്തരുടെ കൂടെ നിന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ പ്രിയദർശിനിയുടെ സ്വഭാവം പറയൂ. എത്ര പ്രായമുണ്ട് അല്ലേ? 40 വയസ്സാണ് എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് ആള് സ്വഭാവം? കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇച്ചിരി കുറുമ്പൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഉള്ള പട്ട ആളാണോ കൊണ്ടുവരുന്നത്? അല്ല, അതിപ്പോ ഇവിടെ അടുത്ത് നിൽക്കുമല്ലേ, അടുത്ത് നിൽക്കുന്ന കുടിഞ്ഞിട്ടൊക്കെ പെറുക്കിട്ട് കൊടുക്കും. നമ്മളൊറ്റയ്ക്ക് ഉള്ളെന്നുണ്ടെങ്കിൽ അവര് നമ്മളെ സഹായിക്കും. അങ്ങനെ പെറുക്കി കൊടുക്കുന്നത്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവരിപ്പം എന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതല്ലേ, ഇവർക്കിടയിൽ ഒരു എന്തായാലും അത് അവർക്ക് അതിന്റെ ആയിട്ടുള്ള അവരുടെ സംസാരം വരുന്നുണ്ട്. നമ്മൾ മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ മനുഷ്യനായിട്ടുള്ള സംസാരം എന്ന് പറഞ്ഞ പോലെ അവര് തമ്മിലുള്ള സംസാരങ്ങളുണ്ട്. അത് അപ്പൊ അത് അവർക്കേ അറിയത്തുള്ളൂ. ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നത് മുമ്പേ തന്നെ അവിടെ നിന്ന് കുറിയില്ല. അത് അവര് തമ്മിൽ കാര്യം പറയുന്നത്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെടുത്ത് അതുപോലെ കുറി കാണിക്കും. അപ്പൊ അത് നമ്മളടുത്ത് സംസാരിക്കുവാണ്. അപ്പൊ നമ്മൾ പറയുന്നത് മനുഷ്യന് കേൾക്കാം, അത് പറയുന്നത് നമുക്ക് മനസ്സിലാവൂല. പറഞ്ഞതേ ഉള്ളൂ. ആരാണ് ഇവിടുത്തെ ഏറ്റവും ഇവളുടെ കൂട്ടുകാരി പ്രിയദർശിനിയുടെ? അങ്ങനെ എല്ലാവരും ഒരേപോലെ തന്നെ അല്ലേ? കൊമ്പന്മാരുടെ അടുത്തേക്ക് പോവോ? കൊമ്പന്റെ അടുത്തേക്ക് പോവാറുണ്ടോ? ഇല്ല, അങ്ങനെ വിടില്ല അല്ലേ? ഓക്കെ. ഇവിടെ എത്ര മണി വരെ നിങ്ങളുടെ ജോലി സമയം? നമുക്ക് 6 മണി വരെ, വൈകുന്നേരം 6 മണി വരെ. അപ്പൊ നമുക്ക് ഈ വൈകുന്നേരം ഇവർക്ക് പിന്നെ 6:30 മണിന്നാണ്. അത് കഴിഞ്ഞൊക്കെ നിങ്ങൾ ഇവിടെ തന്നെ താമസമാണോ അതോ? ഇല്ല, വീട്ടിൽ പോകും. ഇവിടുന്ന് 15 പിന്നെ നല്ല ഇവർക്ക് പറ്റിയ ഒരു അന്തരീക്ഷമാണ് അല്ലേ, പ്രത്യേകിച്ച് ഇവിടെ അല്ലേ? അതെ. അപ്പഴേ ഈ നാട്ടിൽ ആനയൊക്കെ നിൽക്കുന്നതാണോ നല്ലത്, ഇവിടെയാണോ നല്ലത്? നാട്ടിലാണെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ പരിപാടിക്കൊക്കെ പോവാം, കാശ് ഓനെ കിട്ടും, കൊണ്ടുപോയി പണിയാം. പിന്നെ ഇവിടെ ആകുമ്പോ ആ ഒരു ഇതില്ല. ഇവിടെ തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട് തന്നെ ഇത് 3ാമത്തെ മാസമാണ്. അങ്ങനെയുണ്ട്. മാർച്ച് കഴിഞ്ഞാൽ പിന്നെ 2-3 മാസത്തേക്ക് ശമ്പളത്തിന് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ഇവിടുന്ന് എസ്റ്റിമേറ്റ് ഒക്കെ കൊല്ലത്ത് പോയി അവിടുന്ന് എസ്റ്റിമേറ്റ് തയ്യാറായൊക്കെ ഇവിടെ വരണം, വന്നെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടത്തില്ല. ഇപ്പൊ ഇത് 3ാമത്തെ മാസമാണ്. മാർച്ചിന് ശമ്പളം കിട്ടിയതാണ്, പിന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ അത് നിങ്ങൾക്ക് ഈ ജോലി ശരിക്കും കിട്ടാൻ എങ്ങനെയാ കിട്ടിയത്? അങ്ങനെ വല്ല പരീക്ഷയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആനയോടുള്ള ആന നോക്കാനുള്ള ഒരു നേരത്തെ ഇവിടെ നിന്നിട്ടുണ്ടല്ലോ, അങ്ങനെ ആ ഒരു അതാ നമ്മളിപ്പോ ഇവിടുന്ന് പോയിട്ട് കറങ്ങി വരുമ്പോഴും നമ്മൾ നിന്നിട്ടുള്ള ആ ഒരു പരിചയം, ഇവിടെ എല്ലാവരുമായിട്ടും ഉള്ള പരിചയമുണ്ട്, സാറുമാരുമൊക്കെ ഉള്ള പരിചയമുണ്ട്. അതുകൊണ്ട് അറിയാവുന്നത് കൊണ്ട് ജോലി കിട്ടുന്നു.
നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ പട്ട ഇവർക്ക് തീരെ കൊടുക്കുന്നില്ല കേട്ടോ. പുല്ല് തന്നെയാണ് എല്ലാവർക്കും. പാവം ഈ ആനയെ കൊണ്ടാണ് എല്ലാവർക്കും ഉള്ള പുല്ല് എടുപ്പിക്കുന്നത്. അങ്ങനെ ഇന്ന ഒരാൾ അങ്ങനെ സ്ഥിരം എന്നൊന്നല്ല കേട്ടോ. ഒരാളെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരാൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ആകത്തെ കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ വലിച്ചുകൊണ്ട് പോകുന്നൊക്കെ ഒരു 4-5 കെട്ടൊക്കെ ഒരുമിച്ച് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ശരിക്കും ഇവിടുത്തെ അന്തരീക്ഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് ശരിക്കും ഒരു കാടിൻ്റെ ഫീല് പോലെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ എല്ലാ സ്ഥലവും നല്ല വൃത്തിയായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നോട്ടീസ് ചെയ്തു. ഇപ്പം ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ബഹളം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. വളരെ എന്താ പറയുക, ഇപ്പോഴാണ് കുറച്ച് ആളുകൾ വന്നത്. ഇതിനിടയിൽ നല്ലൊരു മഴ പെയ്ത്. അപ്പോൾ ആ മഴ പെയ്തുകൊണ്ടാണ് എനിക്ക് നേരത്തെ നമ്മളുടെ ഇൻ്റർവ്യൂ എടുത്ത ആ സമയത്ത് ഫുൾ വീഡിയോ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇവരൊക്കെ ഓരോ ഡ്യൂട്ടി ഓരോരുത്തർക്കും ഉണ്ടല്ലോ. ഇവിടെ നിൽക്കുന്നത് ആരാന്ന് മനസ്സിലായോ? ഇതാണ് ഇവിടുത്തെ കൊമ്പൻ കൃഷ്ണയെ അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് കേട്ടോ. അതായത് ആളെ ഒന്ന് മാറ്റി നിർത്തി, നീരൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കൃഷ്ണ ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ്. കാരണം ഇവിടുത്തെ ആകെയുള്ളൊരു ഒത്തിരി വലിയ കൊമ്പനാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ കൊമ്പൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ആള് കുറച്ച് കയ്യിലിരിപ്പൊക്കെ ഉള്ള ആളാണെന്നാണ് പറഞ്ഞത് കേട്ടോ. കൃഷ്ണാണേ ഉള്ളൂ. 13 വയസ്സ്. ഓക്കെ. എങ്ങനെ എവിടുന്നാണ് ഇവനെ കിട്ടിയത്? പേപ്പറിന് കിട്ടി, 2014 കിട്ടി. പേപ്പറിന് ഇതിന്റെ തള്ളയുണ്ട്. അത് ഇവിടെ കൊണ്ടുവന്ന് 6ാമത്തെ ദിവസം തള്ള കഴിഞ്ഞത്. ഇത് കുഴപ്പമില്ല, ഇതിന് നമുക്ക് ആരോഗ്യമായിട്ട് കിട്ടിയ തീരെ കുഞ്ഞായിരുന്നു. ഇപ്പൊ ഇങ്ങനെ നീരൊക്കെ നീര് ഇപ്പം കഴിഞ്ഞിട്ടിപ്പോ 1 മാസമായിരുന്നു. അതെ അല്ലേ? 1 മാസം. നീരിലെങ്ങനെയാ സ്വഭാവം? ആണോ? അതെ അല്ലേ? ഓക്കെ. ഇപ്പൊ നീര് കഴിഞ്ഞിപ്പം 1 മാസമായുള്ളൂ. ഇവിടെ ആയിട്ട് എത്ര വർഷമായി? ഞാനിവിടെ 15 വർഷങ്ങളായിട്ട്. അത്രയായി? അപ്പൊ ഇതിന് മുന്നേ ഇപ്പം വന്നത് മുതൽ ആളുടെ കാര്യങ്ങള് ചേട്ടനാണോ നോക്കണേ? ഇതിന്റെ അല്ല, ഇതല്ല, ഇതിപ്പോ 2-3 പേര് മാറി കഴിഞ്ഞാൽ. അതെ അല്ലേ? ഇവിടെ പിന്നെ അങ്ങനെ വീട് എവിടെയാ? വീട് ഐരോണം എന്ന് പറഞ്ഞു 2 കിലോമീറ്റർ. അതെ അല്ലേ? ഓക്കെ. അപ്പൊ ആള് പൊതുവെ ഇവിടെ ഇപ്പം കുറച്ച് മുതിർന്നവരില് വ്യത്യാസമുള്ളതാ ആണല്ലേ? എന്താ പുള്ളിയുടെ ഒരു എത്ര വയസ്സല്ലേ ആയിട്ടുള്ളൂ അല്ലേ? അവനും ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ അല്ലേ? കൂടുതലാ. അത് ശരി. അത് ഡോക്ടർമാര് നിർദ്ദേശിക്കണനുസരിച്ച്. എങ്ങനെ കൊമ്പൊക്കെ വണ്ണം വെക്കാൻ നീര് കുത്തി കൊടുത്താൽ വലത്തെ കൊമ്പ്. അത് ശരി. അപ്പൊ അത്ര വെള്ളം കൊടുക്കാൻ കിടക്കുന്ന വെള്ളം കൊടുത്താൽ. ഓ, ചേട്ടൻ എന്തെങ്കിലും ഇങ്ങനെ ഉപദ്രവിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? അടിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലേ? നടത്തിയിട്ടുണ്ട്. കെട്ടിക്കോര സമയത്ത് നമ്മളെ ചാടിച്ചായിരുന്നു. അങ്ങനെ ഇവിടെ മാറ്റി കിട്ടുന്നു. ഇനി രാവിലെ നടത്താൻ കൊണ്ടുപോകുമ്പോ ആളെയും കൊണ്ടുപോയില്ലേ? രാവിലെ നടത്താൻ ഇതിനെ കൊണ്ടുവരും. കുറച്ച് ദിവസം കൊണ്ട് ഇറക്കുന്നില്ല. എങ്ങനെയാ മറ്റുള്ള ആനകളുമായിട്ടൊക്കെ പിടിയാനകളെയൊക്കെ അങ്ങനെ ഒരുമിച്ച് നടക്കുമ്പോ? കുഴപ്പമൊന്നുമില്ല, ഒരാളുടെ കുഴപ്പമൊന്നുമില്ല. ആനക്കാരെ എല്ലാരും അടുപ്പിക്കത്തില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. ശരി. ഓക്കെ. ആള് കുറച്ച് കേവരാണ്. പ്രായത്തിന്റെ കുറുമ്പ. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം. ഓക്കെ, താങ്ക് യു. മുമ്പോട്ട് മാറി സായിക്കൊരു ഒറ്റ അടിയായിരുന്നു. പുറത്തടിച്ചു. പുറത്തടിക്കാൻ താഴെ പോയി. താഴെ വീണ് നല്ല അങ്ങേപ്പുറത്ത് പോയി. ഇടത്തെ സൈഡിൽ കൂടെ പോയി.